അപ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചാലും ഉപ്പില്ലെങ്കിൽ അതിന് രുചി പൂർണ്ണമാകുന്നില്ല. നീ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു സാധനത്തിൽ ഉപ്പ് കാണാൻ പറ്റും? ഒരിക്കലും ഇല്ല. നിന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടാകേണ്ട ഫ്ലേവറുകളൊക്കെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സംഘടനകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാൻ ഒരുപാട് സംഘടനാ പ്രവർത്തകരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള അടിയും ഗുസ്തിയൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഫ്ലക്സ് അടിച്ചപ്പോൾ അവന്റെ പടം മേളി വെച്ചു, എന്റെ പടം താഴെ വെച്ചു, നോട്ടീസ് അടിച്ചപ്പോൾ എന്റെ പേര് അടിച്ചില്ല, അവന്റെ പേര് മേളി വെച്ചു, എന്റെ പേര് പ്രോഗ്രാമിൽ ഇല്ലല്ലോ, പിന്നെ മുട്ടൻ അലമ്പാണ്. അപ്പൊ നീ ഉപ്പാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. നിന്റെ പേരടിച്ച ഒരു ഫ്ലെക്സോ നിന്റെ പടം അടിച്ച ഫ്ലെക്സോ ഒന്നും ഉണ്ടാകണമെന്നില്ല. നിന്റെ പ്രസൻസിലൂടെ നിനക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന രുചി ഉണ്ടാക്കാൻ പറ്റണം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം അറിയാം, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാർക്കും അറിയാം. ഇന്നോളം ആരെങ്കിലും നമ്മുടെ പടം അടിച്ച് എവിടെങ്കിലും നമ്മളെ പുകഴ്ത്തിയിട്ടുണ്ടോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഈ ജീവിതം മുഴുവൻ അധ്വാനിച്ചവരല്ലേ? എന്നിട്ട് ആരെങ്കിലും ഒരു പടം നമ്മുടേത് എവിടെങ്കിലും വെച്ചിട്ടുണ്ട്? ഇല്ല. പക്ഷെ എല്ലാരും ഇനിയും കാത്തിരിക്കുവോ ഒരു ദിവസത്തിന് വേണ്ടി? എന്നാണത്, അല്ലേ? എല്ലാ മുക്കിനും മൂലയിലും നമ്മുടെ പടം അടിച്ചു വെക്കും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ ജീവനുള്ളപ്പം നമുക്ക് വേണ്ട അംഗീകാരവും ആദരവും സ്നേഹവും ഒക്കെ നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോൾ ദയവായി 1000 റോസാപ്പൂക്കളുടെ റീത്തുമായി നീ എന്റെ അടുത്തേക്ക് വരരുതേ, ജീവനോടെ ഒരു റോസാപ്പൂവിന്റെ ഇതളെങ്കിലും എനിക്കായി നൽകുവെന്ന്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്നേഹിക്കണം, മനസ്സിലാക്കണമെന്നുള്ളത്.